മെഡിറ്ററേനിയൻ സമുദ്രത്തിലെ തുർക്കിയുടെ അധീനതയിലുള്ള മേഖലയിലേക്ക് പെട്ടെന്നൊരു കപ്പൽ പ്രത്യക്ഷപ്പെടുന്നു. തുർക്കിയുടെ നാവികസേന പെട്ടെന്ന് ഈ കപ്പലിനെ വളയാനുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നു. അതാരാണ് മെഡിറ്ററേനിയൻ സീനിയർ അവർക്ക് ആധിപത്യമുള്ള സ്ഥലത്തേക്ക് കടന്നു കയറിയത്? പെട്ടെന്നാണ് അവർക്ക് മനസ്സിലായത് അത് ഇന്ത്യൻ യുദ്ധക്കപ്പലാണ്, INS ത്രികണ്ട്. അപ്പോൾ INS ത്രികണ്ട് ഈ മെഡിറ്ററേനിയൻ പാതയിലൂടെ എങ്ങോട്ട് സഞ്ചരിക്കുന്നു? തുർക്കിക്ക് യാതൊരു ഐഡിയയുമില്ല. പെട്ടെന്ന് തന്നെ അവർ ഇന്ത്യൻ യുദ്ധക്കപ്പലിന് നേരെ സന്ദേശം അയക്കുന്നു. നിങ്ങൾ ഇനി മുന്നോട്ട് പോകരുത്, അവിടെ തന്നെ നിൽക്കുക. കാരണം നിങ്ങളുടെ ഈ നാവിക അതിർത്തിയിലേക്ക് നിങ്ങൾ അതിക്രമിച്ചു കയറിയിരിക്കുന്നു. അതായത് നിങ്ങൾ ഞങ്ങളുടെ നാവിക അതിർത്തിയിലേക്ക് അതിക്രമിച്ചു കയറിയിരിക്കുന്നു. നമ്മൾ പെട്ടെന്ന് കപ്പലൊക്കെ അവിടെ നിർത്തി പെട്ടെന്ന് തന്നെ തുർക്കിയുടെ യുദ്ധക്കപ്പലുകൾ ബോട്ടുകളെല്ലാം വന്ന് നമ്മുടെ കപ്പലിനെ വളയുകയും ചെയ്തു. എന്നിട്ട് അടിയന്തരമായിട്ട് തുർക്കി മന്ത്രിസഭാ യോഗം കൂടി. അപ്പോൾ എർദോഗന്റെ നേതൃത്വത്തിൽ കൂടിയ യോഗത്തിൽ നിന്ന് എന്തിനാണ് ഇന്ത്യയുടെ ഒരു യുദ്ധക്കപ്പൽ തുർക്കിക്ക് സമീപത്തേക്ക് വരുന്നത്? ഈ ഭാഗം തുർക്കിയുടെ അധീനതയിലാണ് എന്നവർ കരുതിയാണ് വച്ചിരിക്കുന്നത്. സമീപത്തെ തീരദേശ രാജ്യങ്ങളെയൊക്കെ ഭയപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഈ മേഖലയിലേക്ക് നിങ്ങൾ കടന്നു വരാൻ പാടില്ല, അഥവാ ഇതുവഴി വരികയാണെങ്കിൽ ഇത് മുറിച്ചു കടക്കാൻ പാടില്ല. കാരണം തുർക്കി എന്ന് പറയുന്നത് നാറ്റോ സഖ്യത്തിലെ രണ്ടാമത്തെ വലിയ സൈനിക ശക്തി കൂടിയാണ്. അവരുടെ ഭീഷണിക്ക് മറ്റു രാജ്യങ്ങൾ വഴങ്ങാറുണ്ട്. ഇവിടേക്കാണ് ഇന്ത്യയുടെ INS ത്രികണ്ട് എന്ന് പറയുന്ന ഡിസ്ട്രോയർ കടന്നു കയറുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഈ നിർദ്ദേശം നൽകിയപ്പോൾ നമ്മൾ പറഞ്ഞു, ഞങ്ങൾ ഒരു രാജ്യത്തിൻ്റെയും സമുദ്രാതിർത്തി ലംഘിച്ചിട്ടില്ല. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കപ്പൽ ഒരു യാത്രയിലാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു. പെട്ടെന്ന് പറയുന്നു, 18 മണിക്കൂർ സമയം നിങ്ങൾക്ക് തരാം. തുർക്കിയുടെ ഒരു വാണിംഗ് ആണ്. നിങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകണം. ഇനി മുന്നോട്ട് പോകാൻ പാടില്ല. കാരണം ഇത് തങ്ങളുടെ അതിർത്തിയാണെന്നും ഞങ്ങളുടെ അതിർത്തിയിൽ കടന്നു കഴിഞ്ഞാൽ പ്രത്യാക്രമണം ഉണ്ടാകും. അങ്ങനെ പ്രത്യാക്രമണം ഉണ്ടായാൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും അല്ലെങ്കിൽ കഷ്ടനഷ്ടങ്ങളും നിങ്ങൾ തന്നെ സഹിക്കേണ്ടി വരും. അപ്പോൾ എർദോഗൻ ഇന്ത്യക്കിട്ട് ചൊറിയുന്നത് കുറച്ച് കാലമായിട്ട് നടത്തിവരുന്ന ഒരു പ്രക്രിയയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണിത്. ഇപ്പോൾ സൗദി അറേബ്യയും തുർക്കിയും മെഡിറ്ററേനിയൻ സമുദ്രത്തിൻ്റെ ഈ ഭാഗങ്ങളിൽ വലിയ മേധാവിത്വം സ്ഥാപിച്ചിരിക്കുന്നു. ഇവിടേക്ക് മറ്റു കപ്പലുകൾ കടന്നു കയറാൻ പാടില്ല. സാധാരണഗതിയിൽ ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ അറബിക്കടലിലും അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഒക്കെയാണ് കാണപ്പെടുന്നത്. പക്ഷേ ഇവിടേക്ക് എന്തിനു വന്നു? ഇതും സംശയമുളവാക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ റഷ്യയിലെ കലിനിൻഗ്രാഡിൽ നിർമ്മിച്ച ഡിസ്ട്രോയറാണ് INS ത്രികണ്ട് എന്ന് പറയുന്നത്. ഈ INS ത്രികണ്ട് ഇപ്പോൾ വന്നത് ഫ്രാൻസുമായിട്ടും ഗ്രീസുമായിട്ടും ചേർന്ന ഒരു നാവിക അഭ്യാസ പ്രകടനം ഈ മാസം 16, 17, 18 തീയതിക്കുള്ളിൽ നടക്കാൻ പോകുന്നുണ്ട്. ഇതിൽ പങ്കെടുക്കാനായിട്ട് ഗ്രീസിലേക്ക് പുറപ്പെട്ട കപ്പലിനെയാണ് ഇവർ തടഞ്ഞു നിർത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ തുർക്കിക്കെതിരെ നിൽക്കുന്ന സപ്രസുമായിട്ടും ഗ്രീസുമായിട്ടും കുറച്ചു കാലമായിട്ട് ഇന്ത്യ ബന്ധം കൂടുതൽ ദൃഢമാക്കിയിരിക്കുകയാണ്. എന്തിന്? തുർക്കിയുമായിട്ട് അതിർത്തി പങ്കിടുന്ന അല്ലെങ്കിൽ തർക്കപ്രദേശം എന്ന് പറയപ്പെടുന്ന സപ്രസിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയും ബോർഡറിലെത്തി അവിടുത്തെ ഭരണാധികാരികളുമായിട്ട് സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തു. കൃത്യമായ ഒരു പ്രകോപനം നമ്മൾ സൃഷ്ടിച്ചു. കാരണം ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് പാകിസ്ഥാന് ആയുധങ്ങളും സാമ്പത്തിക സഹായവും ഒക്കെ നൽകിയത് തുർക്കിയാണ്. ഇപ്പോൾ അനാവശ്യമായി ഇന്ത്യയുടെ കാര്യത്തിൽ ഇടപെട്ട തുർക്കിക്ക് അന്ന് തന്നെ നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ട്. അവരുമായിട്ടുള്ള തുർക്കി ആപ്പിളിൻ്റെ ഇടപാട് വ്യാപാര ബന്ധങ്ങളൊക്കെ നിർത്തിവെച്ചു. ഇസ്താംബുളിലേക്കുള്ള ഇന്ത്യയുടെ ടൂറിസം ഏതാണ്ട് അവസാനിപ്പിച്ചു. ഇനി അടുത്ത ഘട്ടം എന്ന നിലയിൽ യൂറോപ്പിലേക്കുള്ള കവാടമായിട്ടാണ് നമ്മൾ തുർക്കിയെയാണ് കണക്കാക്കിയിരിക്കുന്നത്. അതാണ് നമ്മുടെ വിമാനങ്ങൾ വന്നിറങ്ങുന്നു, വിമാനങ്ങൾ ഹാങ്ങർ സൂക്ഷിക്കുന്നു, അതിനൊക്കെ വൻതോതിൽ യൂസർ ഫീ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇതെല്ലാം തുർക്കിക്ക് ലഭിച്ചിരുന്നു. ഇതൊക്കെ നിർത്തലാക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു. ഗ്രീസുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്നു. ഇതിനിടയിലാണ് നമ്മുടെ INS ത്രികണ്ട് അവിടേക്ക് കടന്നു കയറിയത്. അപ്പോൾ ഇത്രയും കാലം തങ്ങളുടെ തന്ത്രപരവും അന്തർദേശീയപരമായ മേധാവിത്വമൊക്കെ നിലനിർത്താൻ വേണ്ടി മറ്റു കപ്പലുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ സ്ഥലത്താണ് ഇന്ത്യ കടന്നിരിക്കുന്നത്. മാത്രമല്ല നമ്മുടെ കപ്പലിന് 18 മണിക്കൂറിനുള്ളിൽ തിരിച്ചു പോകണമെന്ന അന്ത്യശാസ്യം നൽകിയതോടുകൂടി ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നു. പിന്നീട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ 3 ഇന്ത്യൻ യുദ്ധക്കപ്പൽ നമ്മുടെ INS ത്രികണ്ടിന് പിന്തുണയായിട്ട് പാഞ്ഞു വരുന്നതാണ്. ഈ 3 യുദ്ധക്കപ്പലിൽ ബ്രഹ്മോസ് മിസൈലും ഘടിപ്പിച്ചു. ഇന്ന് ലോകത്ത് ഏറ്റവും അധികം പ്രകരശേഷിയുള്ള മിസൈലുകളുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്നത്.
പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷവേളയിൽ ബ്രഹ്മോസ് മിസൈൽ എത്രത്തോളം നാശനഷ്ടങ്ങൾ പാകിസ്ഥാൻ ഉണ്ടാക്കിയെന്നുള്ളത് ലോകം നേരിട്ട് കണ്ടതാണ്. അങ്ങനെ കപ്പലിൽ നിന്ന് തൊടുക്കാൻ കഴിയുന്ന ബ്രഹ്മോസ് മിസൈലുമായിട്ടാണ് 3 കപ്പലുകൾ കൂടി വന്നപ്പോൾ തുർക്കി ഒന്ന് ഭയന്നു. ഉടൻ തന്നെ എർദോഗൻ ഫ്രാൻസുമായിട്ട് ബന്ധപ്പെടുന്നു, യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നു. മൊത്തത്തിൽ ഒരു കളം പോയതിന് കുളം കലക്കാനായിട്ട് ശ്രമം. ഫ്രാൻസിന്റെ അടുത്ത് പറയുന്നു, ഇങ്ങനെ യുദ്ധക്കപ്പൽ വരുന്നു, ഞങ്ങളുടെ അതിർത്തി ലംഘിച്ചു എന്നൊക്കെ പറയുന്നു. അപ്പോൾ 18 മണിക്കൂർ കഴിയാൻ അരമണിക്കൂർ അവശേഷിക്കെ ഫ്രാൻസ് പ്രസിഡന്റായ ഇമ്മാനുവൽ മക്രോണിന്റെ ഓഫീസിൽ നിന്ന് ഒരു മെസ്സേജ് തുർക്കിക്ക് ലഭിക്കുന്നു. അതിൽ പറയുന്നു, ഇന്ത്യ ഒരു അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ചിട്ടില്ല. അവർ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ഒരു നാവിക അഭ്യാസ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി തങ്ങളുടെ ദിശയിലൂടെ കൃത്യമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിച്ചാൽ അവർ നടത്തുന്ന ആക്രമണത്തെ നിങ്ങൾ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തോളണം. തുർക്കി ഞെട്ടിപ്പോയി. കാരണം ഈ പറയുന്ന നാറ്റോ സഖ്യത്തിൽ ഉണ്ട് എന്ന് കരുതുന്നെങ്കിലും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരു അവശ്യഘട്ടത്തിൽ സഹായിക്കില്ല എന്ന് മാത്രമല്ല, ഇന്ത്യക്കൊപ്പം നിലകൊണ്ട കാരണം ഇന്ത്യയും ഗ്രീസും ഫ്രാൻസും ചേർന്ന് ഈ ഡിസ്ട്രോയർ ഉൾപ്പെടെയുള്ള സൈനിക കപ്പലുമായിട്ട് അഭ്യാസം നടത്താൻ പോകുന്നതും എന്നിട്ട് ഗ്രീസിന്റെ ഭാഗത്തേക്ക് പോകുന്നു. പെട്ടെന്ന് തന്നെ തുർക്കിയുടെ യുദ്ധക്കപ്പലുകളെല്ലാം തന്നെ പിന്തിരിഞ്ഞു പോവുകയാണ്. കാരണം മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ മറ്റൊരു കപ്പലിനും കടന്നു കയറാൻ കഴിയില്ലെന്നും സൗദി അറേബ്യയ്ക്കും ഞങ്ങൾക്ക് മാത്രമാണ് ഇവിടെ ആധിപത്യമെന്നും വരുത്തി തീർക്കാൻ എത്രയോ കാലമായി തുർക്കി ശ്രമിച്ചു. സമീപത്തുള്ള ചെറിയ ചെറിയ തീരരാജ്യങ്ങൾ ഈ ഭീഷണി അംഗീകരിച്ചു. പക്ഷേ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിന് നേരെ ഭീഷണി ഉയർത്തിയപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മൾ ഓങ്ങി വെച്ചിരുന്ന ആയുധമെടുത്ത് അങ്ങോട്ട് വീശി. നമ്മൾ ഒന്നും മിണ്ടില്ല എന്ന് മാത്രമല്ല, ബ്രഹ്മോസ് മിസൈൽ ഘടിപ്പിച്ച യുദ്ധക്കപ്പലുകൾ അതിന് സമീപത്തെത്തുകയും ഫ്രാൻസ് ഈ ഇന്ത്യ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചില്ല എന്ന് തുർക്കി അറിയിക്കുകയും ചെയ്തതുകൂടി അവർ ഭയന്നുപോയി. എന്തായിരിക്കും ഇന്ത്യയുടെ അടുത്ത സ്റ്റെപ്പ് എന്നവർക്ക് പ്രവചിക്കാൻ കഴിയില്ല. നമുക്കറിയാം, ഈ സൗത്ത് ചൈന സീ അവിടേക്ക് മറ്റു കപ്പലുകൾ കടന്നു വരാൻ ഒന്നും ചൈന സാധാരണ അനുവദിക്കില്ല. അത് ഞങ്ങളുടെ സ്വന്തമെന്നാണ് പറയുന്നത്. അവിടേക്ക് നമ്മുടെ മുങ്ങിക്കപ്പൽ പ്രവേശിക്കും, നമ്മുടെ യുദ്ധക്കപ്പൽ പ്രവേശിക്കും. ഇപ്പോൾ നമ്മുടെ കപ്പലുകൾക്ക് അവിടെ യഥേഷ്ടം സഞ്ചരിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ചൈനീസ് ആധിപത്യമുള്ള മേഖലയിലേക്ക് എങ്ങനെയാണോ നമ്മുടെ യുദ്ധക്കപ്പലുകൾ കടന്നു കയറിയത്, അതുപോലെ തുർക്കിക്ക് ആധിപത്യം ഉണ്ടെന്ന് അവർ പറയുന്ന മേഖലയിലേക്ക് INS സ്ത്രീഗൺ എന്ന് പറയുന്ന യുദ്ധക്കപ്പൽ കൃത്യമായിട്ട് കടന്നു കയറി. എന്നിട്ട് തുർക്കിക്കെതിരായിട്ട് നിലകൊള്ളുന്ന സർപ്രസിനും ഗ്രീസിനും അനുകൂല നിലപാട് സ്വീകരിക്കുന്നു. ഈ സർപ്രസായിട്ട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് സൈനിക സഹായം നൽകാമെന്ന് ഇന്ത്യ എത്രയോ കാലമായി പറഞ്ഞിരിക്കുന്നു. അവർക്കത് നൽകിയിട്ടുമുണ്ട്. ഇനി ഇപ്പുറത്തേക്ക് മാറിയാൽ അസർബൈജാനും അർമേനിയയും തമ്മിൽ എത്രയോ കാലമായി സംഘർഷം നിലനിൽക്കുന്നു. ഈ അസർബൈജാന് സൈനികപരമായിട്ട് സഹായം നൽകുന്നു, ആയുധങ്ങൾ നൽകുന്നു, എല്ലാം തുർക്കിയാണ്. അതേ തുർക്കിക്കെതിരെ അല്ലെങ്കിൽ അസർബൈജാനെതിരെ പൂർണ്ണമായിട്ടും ആയുധങ്ങൾ ഇപ്പോൾ അർമേനിയയ്ക്ക് നൽകുന്നത് ഇന്ത്യയാണ്. എല്ലാ പിന്തുണയും നൽകുന്നുണ്ട്. അങ്ങനെ തുർക്കിക്ക് എവിടെയൊക്കെ അടിക്കാൻ അവസരം കിട്ടുന്നു അവിടെയൊക്കെ നമ്മൾ കൃത്യമായി അടിക്കും. മാത്രമല്ല, UN അടുത്ത സമയത്ത് നടന്ന മീറ്റിംഗിൽ വെച്ച് ജമ്മു കശ്മീർ പ്രശ്നം വീണ്ടും ചർച്ച ചെയ്യണം തുർക്കി ആവശ്യപ്പെട്ടു. അപ്പോൾ എർദോഗന്റെ രാജ്യം അനാവശ്യമായി ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നുവെന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ തന്നെ നമ്മുടെ പ്രതിനിധി പറഞ്ഞു, നിങ്ങളുടെ ആഭ്യന്തര കാര്യത്തിൽ അനാവശ്യമായി ഇടപെടേണ്ട. മുൻപ് ആർട്ടിക്കിൾ 370 എടുത്തു കഴിഞ്ഞപ്പോഴും ഇതിന് സമാനമായ നിലപാട് തുർക്കി സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.